ഹായ് ഹലോ അങ്ങനെ തറവാട് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിലേക്കാട്ടോ. നമ്മളെപ്പം നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് പോയി കഴിഞ്ഞാലും തിരിച്ച് മടങ്ങുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങാറുള്ളൂ. ഇതിപ്പം ഭരണി താലപ്പൊലി കഴിഞ്ഞൊരു ടൈം ആയതുകൊണ്ട് തന്നെ നട ക്ലോസ്ഡ് ആണ്, നമുക്ക് ഉള്ളിൽ കയറി തൊഴാനൊന്നും പറ്റത്തില്ല. എന്നാൽ കൂടി നമുക്ക് എല്ലാവരുടെയും പുറത്തുനിന്ന് തൊഴാട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരുടെയും പുറത്തുനിന്ന് തൊഴുതു. ഇതിപ്പം ഭയങ്കര കാമാണ്, ഉത്സവം കഴിഞ്ഞൊരു ടൈം ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവാണ്. നമ്മളെപ്പോലെ വന്ന ഒന്നോ രണ്ടോ പേരുണ്ട്. എന്നാൽ കൂടി അവിടെയുള്ള ആൾക്കാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈം വന്നു കഴിഞ്ഞാലും നമുക്ക് അമ്മയുടെ സാന്നിധ്യം കിട്ടുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തൊഴുമ്പോൾ നമ്മൾ ഹാപ്പി തന്നെയാണ് കേട്ടോ. നമുക്ക് നടയിൽ കയറി തൊഴാൻ പറ്റത്തില്ല, ഉള്ളിൽ കയറി തൊഴാൻ പറ്റത്തില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്നാൽ കൂടി നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും തൊഴുതു പുറത്തിങ്ങനെ നടയിൽ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്. എല്ലാ സ്റ്റോളും ഇപ്പോഴും ഓപ്പൺ ആണ്. ഉത്സവം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ പിന്നെ ചോദിച്ചാൽ എല്ലാവരുടെയും ഒന്ന് കയറി തിരിച്ച് ഗുരുവായൂരേക്ക് പോകാമെന്ന്. കാരണം നമ്മൾ നേരെ പോകുന്നത് ഇനി ഗുരുവായൂരേക്കാട്ടോ. ചേച്ചിയും മോളും ഉണ്ടാകത്തില്ല, ബാക്കി എല്ലാവരും ഗുരുവായൂരേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഗുരുവായൂർ സ്റ്റേ ചെയ്ത് നാളെ ഗുരുവായൂരും തൊഴുതതിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് മടങ്ങുന്നുള്ളൂ. പിന്നെ ഇവിടെയുള്ള ചെടികളൊക്കെ ഭയങ്കര റേറ്റ് കുറവാട്ടോ. നമ്മളെ നാട്ടിൽ ഒരെണ്ണത്തിന് 50 കൊടുക്കുന്നത് അവിടെ നമ്മൾ 3 എണ്ണത്തിന് 100 കൊടുക്കണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഇനി ഗുരുവായൂർ പോകണം. അപ്പോഴാണ് എല്ലാവർക്കും ദാഹിച്ചത്. എന്നാൽ പിന്നെ ഓരോ കുലുക്കി സർബത്തും കൂടി കുടിച്ചതിന് ശേഷം നമുക്ക് ഗുരുവായൂരേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുലുക്കി സർബത്തൊക്കെ കുടിച്ചു. ഇനി ഗുരുവായൂരേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ഗുരുവായൂർ വീഡിയോ ആയിരിക്കും കേട്ടോ. ടാറ്റാ.